കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെട്ടു. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവന്റെ ചിന്തയ്ക്കായി ദൈവവചന ഭാഗം വായിക്കുന്നു. 119 സങ്കീർത്തനം അതിന്റെ 25 വാക്യം. എന്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു, തിരുവചന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. അവിടുത്തെ നല്ല പ്രാർത്ഥനയാണ്. എന്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു, തിരുവചന പ്രകാരം എന്നെ ജീവിപ്പിക്കണമെന്ന് സംഗീതക്കാരൻ പറയുക. നമുക്കതിനോട് ചേർന്ന് പറയാൻ കഴിയണം. ഞാൻ ഇന്നലെ ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങളോട് പറയാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ എല്ലാ ദിവസവും രാവിലെ 5:15 മണിക്ക് ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ഫേസ്ബുക്ക് വരാറുണ്ട്. പക്ഷെ ഇന്നലെ രാവിലെ 5:15 ശുശ്രൂഷയ്ക്കായി വന്നപ്പോൾ ഒരു വലിയ ഇടി പെട്ടെന്ന് ഉണ്ടായി. മഴയില്ല, മടിച്ചകരത്താണ്, പെട്ടെന്നുണ്ടായി ഇടി. ഞങ്ങളുടെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന ഫ്ലാറ്റാണ്. 11 kV പോകുന്ന ലൈനിൽ ആ ഇടി വെട്ടി ആ 11 kV ഒരെണ്ണം പൊട്ടിത്തെറിച്ച് ഞങ്ങൾ താമസിക്കുന്ന കെട്ടിടത്തിന്റെ മുകളിലേക്ക് വന്നു വീണു. ഭയങ്കര തീപിടുത്തം. ഹല്ലേലൂയ. സംഭവിച്ചതെന്താ വെച്ചാൽ വീടുകളിലുണ്ടായിരുന്ന എല്ലാ ഫാനും 5-way കണക്ഷനും മിക്സിയും അനേകരുടെ TV എല്ലാം അടിച്ചുപോയി. ഞങ്ങൾക്കും വളരെ നാശം സംഭവിച്ചു. ചുറ്റുവട്ടത്തുള്ള എല്ലാ കുടുംബങ്ങളും വളരെ നാശം സംഭവിച്ചു. അതുകൊണ്ട് ഇന്നലെ ദൈവവചനമായിട്ട് കടന്നു വരാൻ കഴിഞ്ഞില്ല. പകൽ ഒരുപാട് സമയം മെനക്കെട്ടിട്ടാണ് പിന്നീട് കരണ്ട് കിട്ടിയതും എല്ലാം ഒന്ന് ശരിയാക്കി കൊണ്ടുവരാൻ പറ്റുന്നു. എങ്കിലും എല്ലാം പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. വലിയ നാശനഷ്ടങ്ങൾ വിതയ്ക്കുണ്ടായി. ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഈ ദേശത്ത് കടന്നു വന്ന് ദൈവത്തിന്റെ വചനമായി നിൽക്കാൻ തുടങ്ങിയിട്ട് 19 വർഷമായി. അതിലൂടെ ആദ്യത്തെ ഒരു സംഭവമാണ് ഇന്നലെ ഉണ്ടായെന്ന് പറയുന്നത്. വലിയ നാശങ്ങൾ നമുക്കറിയാം. പെട്ടെന്നുണ്ടാകുന്ന നാശം നമ്മളായിട്ട് പെട്ടെന്ന് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ വളരെ ഭാരമാണ്. എങ്കിലും നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നമ്മുടെ ദേശത്തോട് കരുണ കാണിക്കുവാൻ. എനിക്കതിനകത്ത് മനസ്സിലായത്, ദേശം മുഴുവൻ പാപത്താൽ നിറയപ്പെട്ട് ദൈവവചനം എത്രമാത്രം കേട്ടിട്ട് യാതൊരു മാനസാന്തരമില്ലാതെ ജീവിക്കുന്ന അനവധി ആളുകളുടെ നടുവിലാണ് ഞാൻ ദൈവത്തിന്റെ വചനമായി നിൽക്കുന്നത്. അപ്പം ദൈവം തന്റെ പ്രവൃത്തിയൊക്കെ വെളിപ്പെടുത്തുമ്പോൾ ഒരു മാനസാന്തരത്തിനാണ് ജനത്തിന് എന്ന് ഞാൻ വിശ്വസിക്കുക. ഒരു ദേശത്ത് അനർത്ഥം ഉണ്ടാകുമ്പോൾ അത് നമുക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. അതിന്റെ ഭാഗങ്ങളൊക്കെ അങ്ങനെ വലിയൊരു ദുരന്തത്തിലൂടെ ഇന്നലെ ഞങ്ങൾ കടന്നുപോയി. വലിയ അപകടങ്ങൾ സംഭവിക്കുകയായിരുന്നു. അല്പം കൂടെ ആ കമ്പി നീങ്ങി വന്നിരുന്നെങ്കിൽ, വീടിനോട് ചേർന്ന് മുട്ടെങ്കിൽ, എല്ലാം ഒരുപാട് ഷീറ്റുമൊക്കെ ഇട്ട് കമ്പിയുണ്ട്, എല്ലാം എർത്ത് കയറി എന്തെല്ലാം സംഭവിക്കും എന്ന് പറയാൻ കഴിയില്ല. കെട്ടിടത്തിനിടയിൽ ഓണർ താമസിക്കുന്നത്. ഞങ്ങൾ മുകളിലത്തെ നിലയിൽ ഫ്ലാറ്റാണ്. 3 വീട്ടുകാരുണ്ട്. അതിനു മുകളിൽ വലിയ ഷീറ്റിട്ട് ബംഗാളികൾ 10-30. എത്രമാത്രം അപകടം. ദൈവം വളരെ അത്ഭുതം ചെയ്തു. അതുകൊണ്ട് അത് നമ്മൾ ചിന്തിക്കുക. എന്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു, തിരുവചന പ്രകാരം എന്നെ ജീവിപ്പിക്കണമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ശുശ്രൂഷിക്കാൻ വെച്ച വചനം. അത് ഇന്ന് ശുശ്രൂഷിക്കുമ്പോൾ എൻ്റെ ജീവിതത്തോടനുബന്ധമായി വളരെ ഈ വചനം യാഥാർത്ഥ്യമാണ്. തിരുവചന പ്രകാരം നമ്മെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. വളരെ നാശനഷ്ടങ്ങൾ വിതച്ചിരിക്കുന്ന ഈ സമയങ്ങളിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യണം. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, സങ്കീർത്തനക്കാരൻ ഏതോ നിരാശയിൽ എത്തിച്ചേരുന്നതിന്റെ പ്രതീകമാണ് ഇവിടെ നിന്ന് ഈ വാക്യത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. കരകയറുവാൻ കഴിയാത്ത വിധത്തിൽ അതിന്റെ രക്തം പ്രതിസന്ധിയിലാണ്. അവിടെ ദൈവവചനം തനിക്ക് ആവശ്യമാണ്. കരകയറുവാൻ കഴിയാത്ത പ്രതിസന്ധിയിലൂടെ ദൈവദാസൻ കടന്നു പോകുമ്പോൾ, സങ്കീർത്തനക്കാരൻ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് പുതിയ ജീവൻ ദൈവവചനത്തിലൂടെ മാത്രമേ ലഭ്യമാകുകയുള്ളൂ എന്നുള്ളത് ഈ ഭാഗത്ത് നമ്മെ ഓർപ്പിക്കുക. ഹല്ലേലൂയ. അപ്പം തന്റെ പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് ജീവിപ്പിക്കപ്പെടുവാൻ അനുതാപത്തോടുകൂടി സങ്കീർത്തനക്കാരൻ ഈ വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കുക. അതുതന്നെയാണ് ഞങ്ങളും ചെയ്തത്. പരിതാപകരമായ, അപകടകരമായ, വളരെ പ്രതിസന്ധി നിറഞ്ഞ, മരണഭയം പോലും ജീവിതത്തിൽ വന്ന ആ അനുഭവം, അതിൽ നിന്ന് കരകയറുവാൻ ദൈവവചനത്തിന് മാത്രമേ കഴിയുള്ളൂ. ഇവിടെ 11 kV എന്ന് പറഞ്ഞാൽ 11 kW കറണ്ട് ഉണ്ടായിരുന്നു. സാധാരണ ചെറിയ ലൈനില്ല. ചെറിയ ലൈൻ 240 വാട്ടാണ്. അപ്പം 11 kW വൈദ്യുതി ഒരു കെട്ടിടത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ കെട്ടിടത്തിലുള്ള 19-ലധികം എണ്ണം മരണപ്പെട്ടു പോകും. അപ്പം നമ്മൾ പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവം നമുക്ക് വലിയ ആശ്വാസമാണ്. അതെന്തെങ്കിലും ഒരിക്കൽ കൂടി ജീവിതത്തിൽ അനുഭവിച്ചിടയായി. അല്ലെങ്കിൽ ഇവിടെ നാം നമ്മുടെ വഴികളെ തിരിച്ചറിയണം.
നമ്മുടെ വഴികളെ തിരിച്ചറിഞ്ഞ് ദൈവത്തെ അറിയണം. ഫ്രീസറോ, നമ്മുടെ വഴികളെ തിരിച്ചറിയുവാനും നമുക്ക് ദൈവത്തെ അറിയുവാനും വഴികൾ തിരിച്ചറിയാൻ നാം ദൈവത്തിന്റെ പാതയിലൂടെ നടക്കുവാൻ ദൈവം സമയാസമയങ്ങളിൽ നമ്മെ ഓരോ പാഠങ്ങളിലൂടെ കടത്തിവിടുന്നു. ഫ്രീസറോ, അത് നമ്മെ നശിപ്പിക്കുവാനല്ല, ചില കാര്യങ്ങളെ ഓർപ്പിക്കുവാൻ വേണ്ടിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരുപാട് ദൈവത്തിനെ പ്രാർത്ഥിക്കുവാനും നന്ദി ചൊല്ലുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ഒക്കെ ഇടയായിത്തീർന്ന കർത്താവ് തിരുവചന പ്രകാരം ഞങ്ങളെ ജീവിപ്പിച്ചല്ലോ. ആ സമയത്ത് ഞാനും എൻ്റെ മകളുമാണ് വീട്ടിലുള്ളത്. ഹല്ലേലൂയ. എല്ലാ റൂമിലും ആളുകളുണ്ട്, കുടുംബമായിട്ട് താമസിക്കുന്നവരാ. ദൈവം എത്ര അത്ഭുതവാനല്ലേ. അപ്പം പരിതാപകരമായ, സങ്കടകരമായ, മരണകരമായ അനുഭവത്തിലൂടെ നാം കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ എന്നെ കേൾക്കുന്ന സ്നേഹിത, നമ്മെ വിടിവിക്കുവാൻ ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ കഴിയൂ. പ്രേക്ഷകരോ, അവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനർത്ഥങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ അത് കണ്ട് ഭാരപ്പെട്ടു പോകരുത്. ദൈവത്തിന് വചനം എടുത്തു വെച്ച് പ്രാർത്ഥിക്കണം. രക്തം ചെയ്യണം. നമ്മെ വിടിവിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ വഴി നമ്മൾ അറിയണം. അതാണ് വചനം പറയുന്നത്. ഇതിന്റെ പ്രമാണങ്ങളുടെ വഴി ഞാൻ അറിയുന്നുവെന്ന് സംഗീതക്കാരൻ പറയുക. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ പ്രമാണത്തിന്റെ വഴി അറിഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം സൂക്ഷിക്കും. ഹല്ലേലൂയ. ആ വ്യക്തിയുടെ തലയിൽ ഒരു മുടി പോലും പൊഴിയുന്നത് ദൈവം അറിയുന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ വചനപ്രകാരം ഈ ദേശത്ത് കടന്നു വന്ന ദൈവത്തിന്റെ ദൈവവചനം വിളിച്ചു പറയുമ്പോൾ, ദൈവത്തിന്റെ പ്രമാണങ്ങളുടെ വഴിയൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ തലയിലെ മുടി പോലും പൊഴിയുന്നത് അറിയുന്ന ദൈവം കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറങ്കീഴി സൂക്ഷിക്കുന്നത് പോലെ ദൈവം ഇന്നലെ സൂക്ഷിച്ചെന്നുള്ളതാണ്. രക്തം ചെയ്യും. നാശനഷ്ടങ്ങൾ ഒരുപാടുണ്ട്. ഹല്ലേലൂയ. ഫ്രീസറോ, അപ്പൊ ഇന്നലെ പണിതു, ഇന്നും പണിതില്ല, വീണ്ടും പണിയുന്നുണ്ട്, ഇന്നും പണിക്കാർ വരിക. ഓർത്തു നോക്കി. അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ ദൈവത്തിന് നന്ദി പറയേണ്ടത്. സാധാരണ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ എല്ലാവരും ദൈവത്തോട് മത്സരിക്കും. പക്ഷെ ഞാൻ ദൈവത്തോട് മത്സരിക്കുകയല്ല, ദൈവത്തിന് നന്ദി പറയുക. ഹല്ലേലൂയ. ദേശത്തൊരു അനർത്ഥം വന്നപ്പോൾ ആ ദേശത്തിന്റെ ഒന്നുകൂടെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക, ഒന്നുകൂടെ മധ്യസ്ഥ ചെയ്യുവാൻ ദൈവം എന്നെ പഠിപ്പിച്ചതുള്ളതാണ്. പ്രേക്ഷകർ, ഹല്ലേലൂയ. ഇവിടെ ദൈവവചനം, കർത്താവിന്റെ വചനങ്ങൾക്ക് ജീവിപ്പിക്കുന്ന ശക്തിയുണ്ട്. ദൈവവചനത്തിന് ജീവിപ്പിക്കുന്ന ശക്തിയുണ്ട്. ദൈവവചനത്തിന് ജീവിപ്പിക്കുന്ന ശക്തി ഉള്ളതുകൊണ്ടാണ് ഹല്ലേലൂയ നൈനിലെ വിധവയുടെ മകനെ ജീവിപ്പിച്ചത്. മാർത്തിയുടെ മറിയുടെ സഹോദരനായിരിക്കുന്ന ലാസറിനെ ജീവിപ്പിച്ചത്. യായിറൂസിന്റെ മകൾക്ക് ജീവൻ കൊടുത്തത്. തബീതയ്ക്ക് ജീവൻ കൊടുത്തത്. അല്ലേ, യുക്തിക്കോസിന് ജീവൻ കൊടുത്തത്. അല്ലേ, എല്ലാം ദൈവത്തിന്റെ വചനമാണ്. പ്രൈസോ. അത് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിലും പത്രോസിന്റെ ശുശ്രൂഷയിലും പൗലോസിന്റെ ശുശ്രൂഷയിലും നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. സ്മിത്ത് വിഗിൻസ്വർത്ത് എന്ന് പറയുന്ന ദൈവദാസൻ 21 പേരെ ഉയർപ്പിച്ചു എന്ന് അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അത് ദൈവത്തിന്റെ വചനം നമ്മെ ജീവിപ്പിക്കുന്നത് കേട്ടോ. മരണകരമായ അനുഭവത്തിലൂടെ നീ കടന്നു പോകുമ്പോൾ, പരിതാപകരമായ അനുഭവത്തിലൂടെ നീ കടന്നു പോകുമ്പോൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന് കണ്ണുനീര് നിന്റെ ജീവിതത്തിലേക്ക് എത്തി വരുമ്പോൾ, കണ്ണുനീര് കൊണ്ട് നീ നനയുമ്പോൾ, എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ഭാരപ്പെട്ടു പോകണ്ട. ദൈവത്തിന്റെ വചനം നമ്മെ ജീവിപ്പിക്കുന്നതാ. ദൈവത്തിന്റെ വചനത്തെ ജീവിപ്പിക്കുവാനുള്ള ശക്തിയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു ഇപ്രകാരം പറഞ്ഞത്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നുവെന്ന് യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷത്തിൽ അല്ലെങ്കിൽ 6-ാം അധ്യായം 63-ാമത്തെ വാക്യം പറയുന്നത്. അപ്പം ദൈവം നമ്മോട് സംസാരിക്കുന്ന സംസാരിച്ചത് ആത്മാവും ജീവനുമായ വചനമാണ്. ലോകത്തിൽ ജീവനുള്ള ഒരു പുസ്തകം എന്ന് പറയുന്നത് സത്യവേദ പുസ്തകമാണ്. അനേക ഗ്രന്ഥങ്ങൾ, മതഗ്രന്ഥങ്ങൾ, അനേക മറ്റ് ഗ്രന്ഥങ്ങൾ, നോവലുകൾ, ഒരുപാട് പുസ്തകങ്ങൾ, ഇനിയോ തീരാത്ത പോലെ പുസ്തകങ്ങൾ ലോകത്തിലുണ്ടെങ്കിലും ആത്മാവും ജീവനുമായിരിക്കുന്ന, മരിച്ചവർക്ക് ജീവൻ കൊടുക്കുന്ന, രോഗികളെ സൗഖ്യമാക്കുന്ന, പക്ഷപാതക്കാരൻ എഴുന്നേൽപ്പിക്കുന്ന, മുടത്തിനെ സൗഖ്യമാക്കുന്ന, അനർത്ഥങ്ങൾ നമ്മെ വിടിവിക്കുന്ന, നമ്മെ ജീവിപ്പിക്കാൻ കഴിയുന്ന ഒന്നുണ്ടെങ്കിൽ സത്യവേദ പുസ്തകം, സത്യവചനമാണ്. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ട് നിന്റെ ഏത് പ്രശ്നത്തിന് കഴിയും എന്നെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് സംഗീതം, എന്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു. അത്രമാത്രം തന്റെ അവസ്ഥ പരിതാപകരമായ, അവിടെയും താൻ നിലവിളിക്കുക, നിന്റെ വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമെന്ന്. അപ്പോൾ നിങ്ങൾ എത്രമാത്രം വേദപുസ്തകത്തിനകത്ത് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നോ, വേദപുസ്തകം ധ്യാനിക്കുന്നോ, വചനം വായിക്കുന്നുവോ, നിങ്ങൾ എത്രമാത്രം നിങ്ങൾ ദൈവസ്ഥിതി വിട്ടുകൊടുക്കുന്നോ അത്രമാത്രം ഹല്ലേലൂയ ആ വചനത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ തുടങ്ങും. വചനം വായിക്കുന്നതോറും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ജീവിപ്പിക്കുന്നതാണ്. അത് ആത്മാവിന്റെ ശക്തിയായി നമ്മുടെ മേൽ ഇറങ്ങി വരുന്ന വചനമാണ്.
ഈ ശക്തി നിന്റെ മേൽ നിറയപ്പെടുക തന്നെ ചെയ്യണം. രക്തം ചെയ്യും. പ്രൈസറോ വചനത്തിന് ജീവിപ്പിക്കാൻ കഴിയും. രക്തം പണ്ടേ നമ്മൾ പൊടിയായി തീരാമായിരുന്നു. പണ്ടേ നമ്മൾ മണ്ണോട് മണ്ണായി മാറാമായിരുന്നു. അപകടങ്ങൾ എത്ര, അനർത്ഥങ്ങൾ എത്ര, പ്രതിസന്ധികൾ എത്രമാത്രം ജീവിതത്തിൽ കടന്നു വന്നു, വെല്ലുവിളികൾ എത്ര നീ നേരിടേണ്ടി വന്നു. മരണം നിന്റെ വാതിക്കലെത്തില്ല, മരണം നിന്റെ കൺമുമ്പിൽ നീ കണ്ടില്ലേ? പലപ്പോഴും മരിച്ചു എന്ന് ലോകം വിധി എഴുതിയില്ലേ? എന്നാൽ അവിടെയെല്ലാം ദൈവം നിന്നെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിറകിലുള്ള സത്യം ഈ ജീവിപ്പിക്കുന്ന വചനമാണ്. പ്രൈസോ വചനം എന്ന് പറഞ്ഞാൽ ദൈവമാണ്, ദൈവം എന്ന് പറഞ്ഞ വചനമാണ്. അല്ലേ? അപ്പൊ കർത്താവായ യേശുക്രിസ്തു തന്റെ ശുശ്രൂഷയിൽ ഭൂമിയിലായിരുന്നപ്പോൾ മരിച്ചു പോയവർക്ക് ജീവൻ കൊടുത്തതും അല്ലെങ്കിൽ ഈ വചനമാണ്. യേശുക്രിസ്തു എന്ന് പറഞ്ഞാലും വചനമാണ്. യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ ദൈവമാണ്. ദൈവം എന്ന് പറഞ്ഞാൽ വചനമാണ്. വചനം സുവിശേഷമാണ്. ആ സുവിശേഷം നമ്മളെ ജീവിപ്പിക്കുന്നതാണ്. അല്ലേ? സ്തോത്രം. അതിന് നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം വായിക്കണം. അപ്പൊ യേശു ആരാണെന്ന് അറിയാൻ പറ്റും. ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്നോടെ തുടങ്ങുന്ന സംഭവം നമുക്ക് കാണാൻ കഴിയും. അല്ലേലിയ. അപ്പൊ അബ്രഹാമിനോട് ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞൊരു വാഗ്ദത്തം അബ്രഹാമിന്റെ ജീവിതത്തിൽ ഈ വചനം ജീവൻ നൽകി എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്ന റോമാലേഖനം, റോമാലേഖനത്തിലേക്ക് വരുമ്പോഴാണ്, റോമാലേഖനം വായിക്കുമ്പോഴാണ് അതൊക്കെ കാണാൻ കഴിയുന്നത്. റോമാലേഖനം 4-ാം അധ്യായം അല്ലേലിയ അതിന്റെ 18 തൊട്ട് 19, 20 അല്ലേലിയ 21 വാക്യം വായിക്കും. ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അല്ലേലിയ നിന്റെ സന്തതി ഈ വണ്ണമാകും എന്ന് അരുളിച്ചെയ്തിരിക്കുന്ന പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജ്ജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജ്ജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തെ ക്ഷീണിച്ചില്ല. അല്ലേലിയ ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ അല്ലേലിയ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദാനം ചെയ്ത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് അവൻ പൂർണ്ണമായി ഉറച്ചു. ഇത് കണ്ടു. അബ്രഹാമിന് 100 വയസ്സ്, സാറയ്ക്ക് 90 വയസ്സ്. വാഗ്ദത്തം ചെയ്ത സന്തതി അതുവരെ കിട്ടിയിട്ടില്ല. തന്റെ ശരീരം നിർജ്ജീവമായി, സാറയുടെ ഗർഭപാത്രം നിർജ്ജീവമായി. എങ്കിലും ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് ആശയ്ക്ക് വിരോധമായി ആശയോടെ താൻ വിശ്വസിക്കുകയാണ്. അവിശ്വാസത്തെ തന്റെ ഹൃദയത്തിനകത്ത് ദൈവത്തോട് കളങ്കം ചെയ്യാതെ, ദൈവത്തോട് പാപം ചെയ്യാതെ വിശ്വാസത്തിൽ താൻ ബലപ്പെടുകയാണ്. അതുകൊണ്ടാണ് അബ്രഹാമിന്റെ വിശ്വാസം നീതിയായി കണക്കിട്ടെന്ന് പറയുന്നത്. അപ്പൊ അബ്രഹാമിന് 75 വയസ്സായി. അവൻ ഒരു സന്തതിയെ ജനിപ്പിക്കാനുള്ള ശേഷി അവന്റെ ശരീരത്തിനില്ലായിരുന്നു. അവന്റെ ഭാര്യയായ സാറയ്ക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ള പതിവ് നിന്നുപോയി. ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ അവർക്കുള്ളിൽ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇറങ്ങുക തന്നെ ചെയ്യണം. ദൈവം വാഗ്ദത്തം കൊടുക്കുമ്പോഴേ, വാഗ്ദത്തം കൊടുക്കുന്ന 25 വയസ്സിൽ അബ്രഹാമിന്, സാറയ്ക്കപ്പോൾ 65. അപ്പൊ അവരുടെ ശരീരത്തിന്റെ നിർജീവാവസ്ഥയിൽ അവരുടെ ഉള്ളിൽ ഒരു കുഞ്ഞ് ജനിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനം, ദൈവം തന്നെ ജീവൻ കൊടുക്കണം. നിർജീവാവസ്ഥ ദൈവം തന്നെ മാറ്റണം. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, സ്തോത്രം. അബ്രഹാം എന്ത് ചെയ്തു? കർത്താവിന്റെ വാഗ്ദത്തം മുറുകെ പിടിച്ച് വേദപുസ്തകത്തിൽ അല്ലെങ്കിൽ അന്നത്തെ വാമൊഴിയായി താൻ കേട്ടുകൊണ്ടിരുന്ന വചനത്തിൽ വിശ്വസിച്ചു. അതേ മാതാവേ, പിതാവേ, നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിനാണ് വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ നിർജീവമായ അവസ്ഥയിൽ ഹല്ലേലൂയ ലോകം വിധി എഴുതി നിന്നെ കൊണ്ട് പ്രയോജനമില്ല. നിനക്ക് നീ രക്ഷയിൽ ഉയർച്ചയില്ല, നീ ഒരിക്കലും വിജയിക്കത്തില്ല, നീ തകരും, നീ മരിച്ചു പോകും എന്നൊക്കെ ലോകം വിധി എഴുതിയാലും അബ്രഹാമിനെ പോലെ നീ വിശ്വസിക്കുന്നെങ്കിൽ, ആശയ്ക്ക് വിരോധമായി ആശയോടെ അബ്രഹാം ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചതുപോലെ നീ ദൈവവചനത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ നിർജ്ജീവമായ അവസ്ഥകളെ മാറ്റി നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിലും ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും. വിശ്വസിക്കും. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. വചനത്തിന് മാത്രമേ നമ്മെ ജീവിപ്പിക്കാൻ കഴിയുള്ളൂ. ഈ ലോകത്തിലെ ഒരു സയന്റിസ്റ്റുകൾക്കും ഒരു സയൻസിനും അല്ലേലിയ, ഇവിടുത്തെ ഒരു കണ്ടുപിടുത്തങ്ങൾക്കും അല്ലേലിയ, ഇവിടുത്തെ ഒരു മതങ്ങൾക്കും മത നേതാവിനും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും രാജ്യരാഷ്ട്ര തലവന്മാർക്ക് ഭൂമിയിലുള്ള ഒരു മനുഷ്യർക്കും ഒരു മനുഷ്യനെ ജീവിപ്പിക്കാൻ കഴിയത്തില്ല. അല്ലേലിയ മനുഷ്യൻ വേണം മനുഷ്യനെ കൊന്നൊടുക്കും. അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തു നമ്മെ ജീവിപ്പിക്കുന്ന ദൈവമാണ്. രക്തം ചെയ്യും.
എന്നെ കേൾക്കുന്ന മാതാപിതാവേ, സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമുണ്ടല്ലോ, നീ ഭാരപ്പെടുന്ന വിഷയമുണ്ടോ, നാളുകളായി നീ വേദനിക്കുന്ന ചില വിഷയമില്ലേ, അതിന്റെ നടുവിൽ ജീവൻ നൽകുവാൻ, ആ വിഷയത്തിന് ജീവൻ നൽകി അതൊരു ഒരു വാക്തത്വമായ ഒരു സന്തോഷമായി നിന്റെ കരങ്ങളിൽ എത്തിക്കുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. രക്തം ചെയ്യും. തലമുറയില്ലാതെ നീ അബ്രഹാമിനെ ഭാരപ്പെടുകയാണോ? നിന്റെ ജീവിതാമിശാന്റെ തലമുറയെ കിട്ടിയെങ്കിലും ഡോക്ടർമാർ നിന്റെ ശരീരത്തിന്റെ അവസ്ഥകൾ കണ്ടു പറഞ്ഞു. നിന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിനകത്തിന് ഒരു കുട്ടി ജനിക്കത്തില്ലെന്ന് രോഗം വിധി എഴുതി, ഡോക്ടർമാർ വിധി എഴുതിയെങ്കിൽ അബ്രഹാമിനെ പോലെ വിശ്വസിക്കുന്ന എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിന്റെ നിർജ്ജീവാവസ്ഥയെ മാറ്റി നിങ്ങൾക്ക് തലമുറകളെ തരുവാൻ ദൈവത്തിന് കഴിയും. അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട്. ഈ കുട്ടികളില്ലാത്തതിന് പേരിൽ നിന്ദിക്കപ്പെടുന്ന അനവധി സഹോദരിമാർ, കുട്ടികളില്ലാത്തതിന് പേരിൽ അനേക ഡിവോഴ്സുകൾ, ഇന്നും പ്രശ്നങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അനവധി കുടുംബങ്ങളുണ്ട്. പക്ഷെ നീ ദൈവത്തിൽ വിശ്വസിക്കുക. അബ്രഹാമിനെ പോലെ നീ ദൈവത്തിൽ വിശ്വസിക്കണം. ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജ്ജീവമായതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജ്ജീവത്വവും ഗ്രഹിച്ചിട്ടും വചനത്തിൽ ക്ഷീണിച്ചില്ല, വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അബ്രഹാം ഒരിക്കലും വിശ്വാസത്തിലും വചനത്തിലും ദൈവത്തിലും ക്ഷീണിച്ചു പോകാതെ, വാഗ്ദാനങ്ങൾ ക്ഷീണിച്ചു പോകാതെ അബ്രഹാം ദൈവം ചെയ്തു വചനത്തിലും വിശ്വാസത്തിലും വാഗ്ദാനത്തിലും യഹോവയായി ദൈവത്തിലും വിശ്വസിച്ചു. ആ വിശ്വാസമാണ് തൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്തത്. അല്ലേലിയ. അത് ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ചെയ്യും. അല്ലേലിയ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ പറയട്ടെ, നിന്റെ ജീവിതത്തിനകത്ത് അനുഗ്രഹത്തിന്റെ വർഷങ്ങളെ തരുവാൻ ദൈവത്തിന് കഴിയും. ഇന്നലകളിൽ മുഴുവൻ കണ്ണുനീരായിരുന്നു, ഇന്നലെ വരെ നീ വേദനയിലായിരുന്നു. ജീവിതത്തിൽ എന്ത് ചെയ്യും, എങ്ങനെ കര കയറും, എങ്ങനെ ഒന്ന് എഴുന്നേൽക്കും? ഹല്ലേലൂയ. ചാരി നിൽപ്പാൻ ഒരിടമുണ്ടോ നീ അന്വേഷിച്ച സന്ദർഭങ്ങളില്ലേ? എന്നാൽ അതിന്റെ നടുവിൽ നീ ഭാരപ്പെട്ടു പോകണ്ട. യേശു നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. പ്രൈസലോ. ഈ രാവിലെ തളർന്നിരിക്കുന്ന, ക്ഷീണിച്ചിരിക്കുന്ന, വാടിയ മുഖത്തോടു കൂടിയിരിക്കുന്ന, ദുഃഖത്തോടുകൂടി പ്രഭാതത്തിൽ എഴുന്നേറ്റ് വരുന്ന ചില പ്രിയപ്പെട്ടവർ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് നിന്റെ നിർജ്ജീവാവസ്ഥയെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. നിന്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു, അല്ലേലൂയ. എങ്കിലും അല്ലേലൂയ എങ്കിലും നീ തിരുവചന പ്രകാരം നിനക്കൊരു ജീവിതത്തെ തരുവാൻ ദൈവം ആഗ്രഹിക്കുക. പ്രൈസലോ. അത് ഈ വചനം നിന്റെ ഉള്ളിലേക്ക് വരണം. ഈ വചനം നിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ വചനത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന് അബ്രഹാം പ്രാപിച്ച വാഗ്ദത്തങ്ങൾ അതിൽ അബ്രഹാമിന് വലിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. വിശ്വാസം എന്നത് ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണെന്ന് അബ്രഹാം വിശ്വസിച്ചു. ഹല്ലേലൂയ. ഇവ വിശ്വാസം എന്ന് ആശിക്കുന്ന ഉറപ്പ് ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് 75 വയസ്സിൽ നാം ഈ കുട്ടികളെ തരുമെന്ന്. അല്ലേലൂയ. അത് വിശ്വാസം ആശിക്കുന്നതിന് ഉറപ്പാണ്, തരുമെന്നുള്ളത്. കാണാത്ത കാര്യങ്ങൾ നിശ്ചയം. അബ്രഹാമിന്റെ സന്തതിയെ കൊടുക്കും എന്നുള്ളത് ദൈവം പറഞ്ഞെങ്കിലും വിശ്വാസത്താൽ അതങ്ങ് ഏറ്റെടുക്കുക. ആ കാണാത്ത കാര്യങ്ങളെ താൻ വിശ്വസിക്കുക. അതാ വിശ്വാസം ആശിക്കുന്നതിന് ഉറപ്പ്, കാണാത്ത കാര്യങ്ങൾ നിശ്ചയം. ആ 2 കാര്യങ്ങൾക്കകത്ത് അബ്രഹാം ഉറച്ച് വിശ്വസിച്ച് പിന്നത്തേത് എന്ത് ചെയ്തു? അബ്രഹാമിന് 100 വയസ്സായപ്പോൾ, സാറയ്ക്ക് 90 വയസ്സായപ്പോൾ ദൈവം അവർക്കൊരു സന്തതിയെ കൊടുത്തു. ആ മകന്റെ പേരായി ഇസഹാക്ക്. പ്രൈസലോ. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല കേട്ടോ. മനുഷ്യനെല്ലാം അസാധ്യമായി തോന്നാം, പക്ഷെ ദൈവത്തിന് അസാധ്യമൊന്നുമില്ല. എന്നെ കേൾക്കുന്ന മാതാപിതാവി, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് നീ മനസ്സിലാക്കി നിന്റെ വിഷയങ്ങളെ നീ ദൈവത്തെങ്കിൽ ഏൽപ്പിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, അതിന്റെ നടുവിലേക്ക് ഇറങ്ങി വരുവാൻ ദൈവത്തിന് കഴിയും. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ കർത്താവിന്മേലുള്ള പ്രത്യാശ വർദ്ധിപ്പിച്ച് നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കണം. പ്രൈസ്. അബ്രഹാം ദൈവവചനത്തിൽ വിശ്വസിച്ചു, വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചു. അതുകൊണ്ട് പിന്നത്തേതിൽ ദൈവം പറഞ്ഞ പോലെ അവൻ ബഹുജാതികൾക്ക് പിതാവായി തീർന്നു. ബഹുജാതികൾക്ക് അബ്രഹാം പിതാവായി തീർന്നു. മുന്നമേലുള്ള വാഗ്ദത്തമാണ്. കാലങ്ങൾ അല്പം കാത്തിരിക്കേണ്ടി വന്നാലും ഹല്ലേലൂയ, ദൈവം നമ്മെ മറന്നു പോകുന്ന ദൈവമല്ല, നമ്മെ ഉപേക്ഷിക്കുന്ന ദൈവമല്ല, നമ്മെ കൈവിട്ട് കളയുന്ന ദൈവമല്ല, നമ്മെ അനാഥനായി വിടുന്ന ദൈവമല്ല. അവൻ നമ്മോട് കൂടെ ഇരിക്കുന്നവനാ. ഹല്ലേലൂയ. രക്തം ചെയ്യും. അതേ സഹോദര സഹോദരി, ദൈവം നിന്നോട് കൂടെ ഉണ്ട്. വിശ്വസിക്കണം കേട്ടോ. യേശുവിനെ വിശ്വസിക്കണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണുന്നത്, അബ്രഹാമിന്റെ ശരീരത്തെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ ശരീരത്തെയും ഉയർപ്പിക്കും.
അബ്രഹാമിന്റെ ശരീരത്തിന് ജീവൻ കൊടുത്തവൻ, അബ്രഹാമിന്റെ നിർജ്ജീവാവസ്ഥയ്ക്ക് മാറ്റം കൊടുത്തവൻ നിങ്ങൾക്കും ആമേൻ മാറ്റം തരും. കടക്കണിയാലാണോ, നിരാശകളാണോ, ദുഃഖങ്ങളാണോ, ഭവനത്തിൽ ഒറ്റപ്പെട്ട അനുഭവമാണോ, എല്ലാം വീട് വിട്ടിറങ്ങേണ്ട അവസ്ഥയിലാണോ? ഹല്ലേലൂയ. നീ ഭാരപ്പെടണ്ട. നിന്റെ നിർജ്ജീവമായ അവസ്ഥയെ ദൈവം മാറ്റാൻ പോവുക. വിശ്വാസത്തിന്റെ പേരിൽ, യേശുവിനെ നീ അറിഞ്ഞതിന്റെ പേരിൽ ആ വീട്ടിൽ നിന്നെ പുറത്താക്കിയ അനുഭവമാണോ? വീട്ടിൽ നീ ഒറ്റപ്പെട്ടു പോയോ? സ്വന്തം ദേശം വിട്ട്, സ്വന്തം നാട് വിട്ട് നീ മറ്റ് ദേശത്ത് പോയി പാർക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും നിന്നെ കൈവിട്ട് കളയത്തില്ല ദൈവം. വിശ്വാസത്തിന്റെ പേരിൽ നീ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ നീ ക്ഷീണിച്ചു പോകണ്ട. നിന്റെ പ്രാണൻ പൊടിയോട് പറ്റിയാലും തിരുവചനപ്രകാരം നിന്നെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ശ്രോതാവേ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ തളരരുത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. യേശു നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, ആരെല്ലാം നിന്നെ മാറ്റി നിർത്തിയോ, ആരെല്ലാം നിന്നെ തഴഞ്ഞോ, എവിടെയെല്ലാം നീ ലജ്ജിക്കേണ്ടി വന്നോ, എവിടെയെല്ലാം നീ തല താഴ്ത്തേണ്ടി വന്നോ, അവരുടെ നടുവിൽ നീ തല ഉയർത്തി നിൽക്കും. നിന്നെ നിന്ദിച്ചവരും നിന്നെ പരിഹസിച്ചവരും എല്ലാം നിന്റെ അരികിലേക്ക് എത്തുവാൻ തുടങ്ങും. രക്തജയം. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഭാരങ്ങളായിട്ട് നിങ്ങൾ നടക്കരുത്, സങ്കടങ്ങളായിട്ട് നടക്കരുത്, ദുഃഖങ്ങളായിട്ട് നടക്കരുത്, കണ്ണുനീരോടുകൂടി നടക്കരുത്. ദൈവത്തിന് മഹത്വം കൊടുക്കുക. നിന്റെ എല്ലാ പ്രശ്നങ്ങളെയും യേശുവിന്റെ മുമ്പിലേക്ക് വെച്ചിട്ട് നീ അതിന് മഹത്വം കൊടുക്കുക. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ ദൈവത്തിന് വരമായി അബ്രഹാമിന്റെ ശരീരത്തിന് ജീവൻ കൊടുത്തവൻ, അബ്രഹാമിന്റെ അനുഭവത്തിന് മാറ്റം കൊടുത്ത ദൈവം നിങ്ങൾക്ക് ഒരു മാറ്റം തരാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, 71 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ഹല്ലേലൂയ, അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി 71 സങ്കീർത്തനം അതിന്റെ 20ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ആമീൻ. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. ഭൂമിയുടെ ആഴങ്ങൾ ഞങ്ങളെ തിരികെ കയറ്റും. ഹല്ലേലൂയ. അപ്പൊ അനവധി കഷ്ടങ്ങളും, ഹല്ലേലൂയ, അനർത്ഥങ്ങളും നീ കണ്ടിട്ടുണ്ട്. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും നടിയിൽ നീ കടന്നു പോയിട്ടുണ്ട്. അവിടെ ഈ സംഗീതക്കാരൻ പറയുകയാണ്, ഹല്ലേലൂയ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. വിശ്വാസമുണ്ടോ? അതെ, അനവധി കഷ്ടങ്ങളുടെ, പ്രയാസത്തിലൂടെ, അനർത്ഥത്തിലൂടെ കടന്നുപോയ സഹോദര സഹോദരി, നിന്നെ വീണ്ടും ജീവിപ്പിക്കുവാൻ, ഭൂമിയുടെ ആഴങ്ങളിൽ നിന്നെ ഉയർത്തുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. ഇതൊരു അല്ലൊരു പ്രാർത്ഥനയാണ്. 71 സങ്കീർത്തനം, ഹല്ലേലൂയ, 9 തൊട്ട് 24 വരെയുള്ള വാക്യങ്ങൾ ഒരു പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. അപ്പം വാർദ്ധക്യമലം വരെ പലരെ സംബന്ധിച്ചും ദുഃഖത്തിന്റെ അല്ലെങ്കിൽ നാളുകളായിരുന്നാലും ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നല്ല നാളുകളാണ്. വാർദ്ധക്യമൊക്കെ ഒരു ലോക മനുഷ്യന്റെ ദുഃഖ നാളുകളാണെങ്കിലും എന്ന് പറഞ്ഞാൽ നമ്മെ ലോക മനുഷ്യരെ സംബന്ധിച്ച് വാർദ്ധക്യത്തിൽ എത്തി രോഗം വന്നു നിൽക്കാം. അവർ ചിന്തിക്കുന്നത്, രോഗിയായിപ്പോയല്ലോ, ഇനി എന്നെ കൊണ്ട് പ്രയോജനമില്ലല്ലോ, ഞാൻ മരിച്ചു പോകുമല്ലോ, എന്റെ മുന്നത്തെ പ്രതാപം, മുന്നത്തെ ആരോഗ്യം എനിക്ക് കിട്ടത്തില്ലല്ലോ, ഞാൻ ജീവിതത്തിൽ തളർന്നു പോയല്ലോ എന്നൊക്കെ ലോക മനുഷ്യൻ ചിന്തിക്കുമ്പോൾ, ഹല്ലേലൂയ, ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹത്തിന്റെ നാളുകളാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. ഒരു ദൈവഭക്തനെ സംബന്ധിച്ച് അനുഗ്രഹത്തിന്റെ നാടുകളാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. 92 സങ്കീർത്തനം വായിക്കണം. ഹല്ലേലൂയ. ആമിന്മാൽ നീതിമാൻ പല പോലെ താഴേക്ക് ലെബാനോന്റെ ദേവദാരു പോലെ വളരും. അവർ പച്ച വെച്ചും പുഷ്ടി പിടിച്ചിരിക്കും. വാർദ്ധക്യത്തിൽ അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ദൈവജനത്തിന്റെ വാർദ്ധക്യം എന്ന് പറയുന്നത് നിരാശയല്ല, സങ്കടമല്ല. അനവധി കഷ്ടങ്ങൾ അനർത്ഥത്തിലൂടെ കടന്നുപോയാലും നമ്മൾ വാർദ്ധക്യത്തിലും നമ്മുടെ നിരാശയിലും നമ്മെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഭൂമിയുടെ ആഴങ്ങൾ നമ്മെ തിരികെ കയറ്റുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാമോ? അതെ, നിനക്ക് അനുഗ്രഹത്തിന്റെ നാളുകളാണ്. ഹല്ലേലൂയ. ഇവിടെ ദൈവവചനം പറയുന്നത്, ഹല്ലേലൂയ, നരച്ച സ്ഥല ശോഭയുള്ള കിരീടം എന്നൊക്കെ സദൃശവാക്യം 16-31 വാങ്ങിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അവൻ എല്ലാവരും ആദരിക്കപ്പെടുന്ന വ്യക്തിയായി, ഹല്ലേലൂയ, മാറും. നരച്ച തല ശോഭയുള്ള കിരീടം ആ മനുഷ്യൻ എല്ലാവരും ആദരിക്കപ്പെടുന്ന വ്യക്തിയായി മാറും. ഹല്ലേലൂയ. ദൈവം നൽകുന്ന ആദരവാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ജീവിതത്തിൽ ഒരു കാരണവശാലും തളരരുത്. ഹല്ലേലൂയ. നിന്റെ പ്രാണൻ പൊടിയോട് പറ്റി തോന്നിയാലും
മരണക്കിടക്കയിലാണ് വിവിധ രോഗങ്ങൾ കൊണ്ട് സർജറിക്ക് വേണ്ടി വിധേയപ്പെട്ട് കിടക്കുന്ന ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ, ലിവർ പ്രശ്നങ്ങൾ, അല്ലേറിയ കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ, യൂട്രസ് സംബന്ധമായ പ്രശ്നങ്ങൾ, പ്രഷറും ഷുഗറും കൊളസ്ട്രോളുമായിട്ട് ഭാരപ്പെടുന്ന ജന്മന വൈകല്യമുള്ള അല്ലേറിയ വിവിധമായ മാരക രോഗത്തിലൂടെ നീ കടന്നു പോകുമ്പോൾ അല്ലേറിയ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ദൂത് അതിൽ നിന്ന് നിന്നെ ജീവിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. പ്രൈസ്. നിന്റെ ഏത് പരിതാപകരമായ അനുഭവത്തിൽ നിന്നും നിന്നെ ജീവിപ്പിക്കുവാൻ ആത്മാവും ജീവനുമായിരിക്കുന്ന വചനത്തിന് കഴിയും. പ്രൈസ്. അല്ലേറിയ അതെ, എന്നെ കേൾക്കുന്ന മാതാപിതാവേ, എന്റെ കുടുംബത്തിന്റെ നിർജീവമായ അവസ്ഥ അല്ലേറിയ ഒന്ന് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? ഒന്ന് ആനന്ദിക്കാൻ കഴിയുന്നുണ്ടോ? സന്തോഷത്തോടെ ഇരുന്നൊന്ന് ആഹാരം കഴിക്കാൻ കഴിയുന്നുണ്ടോ? ഭാര്യയും ഭർത്താവും അപ്പനും മക്കളും എല്ലാം കൂടെ ഒന്നിച്ച് സന്തോഷിച്ചൊരു മേശയിൽ നിന്ന് ആഹാരം കഴിച്ചിട്ട് എത്ര നാളുകളായി? അല്ലേറിയ പരസ്പരം ആരെയും കാണരുതാത്ത വെല്ലുവിളി വരുന്ന പല ഭവനങ്ങളും പലരും അല്ലേറിയ സന്തോഷത്തോടെ കഴിയുമ്പോൾ അല്ലേറിയ നിന്റെ ജീവിതം എത്ര കഷ്ടതയാ. എന്നാലും നീ ഭാരപ്പെടരുത്. ഭൂമിയുടെ ആഴങ്ങൾ നിന്നെ തിരികെ കയറ്റി നീ എവിടെ നിന്ദിച്ചോ, എവിടെ പരിഹസിക്കപ്പെട്ടോ അതിനെ തന്നെ ഇതിനെ മാനിച്ചുയർത്തുന്ന ഒരു ദൈവമുണ്ട്. രക്തം ചെയ്യും കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. അത് സ്നേഹിത, നീ തളരരുത്. അല്ലേരിയ ഇവിടെ ദൈവത്തിന് വചനമൊക്കെ പറയുന്നത് അല്ലേരിയ ഭൂമിയുടെ ആഴങ്ങൾ നമ്മെ കയറ്റും. ദൈവം പറയുക അല്ലേരിയ സ്തോത്രം എന്ന് പറഞ്ഞ് എന്നെ കേൾക്കുന്ന പറയും. ഒരു ദൈവം ഇതിന്റെ ആയുഷ്കാലം മുഴുവൻ അല്ലേരിയ ദൈവിക പാഠശാലയിൽ ഒരു വിദ്യാർത്ഥിയാണ്. അല്ലേരിയ ഒരു ദൈവഭക്തന്റെ ജീവിതം മുഴുവൻ ദൈവിക പാഠശാലയിൽ ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങൾ. അല്ലേരിയ അത് ചെറിയ കുട്ടി തൊട്ട് നമുക്കറിയാം. നമുക്ക് എത്ര ഏതെല്ലാം ശൈശവും ബാല്യം കൗമാരി യൗവനം വാർദ്ധക്യമാണല്ലോ. അപ്പൊ നമ്മൾ കടന്നു പോകുന്ന ഏത് സ്റ്റേജിലായിരുന്നാലും നമ്മൾ ദൈവത്തിന്റെ പാഠശാലയിലെ ഒരു വിദ്യാർത്ഥിയാണ്. എത്ര കാലം വേണ്ടി നമുക്ക് വചനം പഠിക്കാം, എത്ര കാലം വേണ്ടി ഈ പാഠശാലയിൽ ഇരിക്കാം. ഇവിടുന്ന് TC മേടിച്ചിവിടുന്ന് പോകണ്ട. അല്ലേരിയ നിങ്ങൾ ഇരിക്കുന്ന പാഠശാലയിൽ, നിങ്ങൾ ഇരിക്കുന്ന സഭയ്ക്കകത്ത്, നിങ്ങൾ കൂടി വരുന്ന സഭയ്ക്കകത്ത് ദൈവത്തിന്റെ വചനം പഠിക്കാൻ വേണ്ടി ദൈവം നിന്നെ അവിടെ ആക്കി വെച്ചിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ ദൈവം നിനക്ക് ചില നന്മയുടെ വാതിലുകളെ തുറക്കും. അല്ലേരിയ കാരണം അവൻ മരണം വരെ ദൈവത്തിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നവനാ. ദൈവത്തിന്റെ പാതപിടത്തിലെ അത്ഭുത പ്രവൃത്തികളെ കുറിച്ച് പഠിപ്പാൻ ദൈവം നമ്മെ തെരഞ്ഞെടുത്തതാണ്. അല്ലേരിയ ദൈവത്തിന്റെ പാതപിടത്തിലിരുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ കുറിച്ച് പഠിക്കാൻ നമ്മെ തെരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് മാർത്ത നല്ല അംശം തെരഞ്ഞെടുത്തവന്റെ പാതപീഠത്തിൽ വന്നിരുന്ന ദൈവവചനം കേട്ടത്. അവളുടെ ഒറ്റ ചിന്തയോട് മരണം വരെയും ദൈവവചനം കേൾക്കണം. അല്ലേലിയ മരണം വരെ ദൈവവചനം കേട്ട് വചനം മുഖാന്തരം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മറിയയുടെ ഉള്ളിലെ തീരുമാനം. അത് നിനക്ക് ആ ഒരു തീരുമാനം ഉണ്ടാകണം. നീ മരണം വരെ ദൈവത്തിന്റെ പാഠശാലയിലെ വിദ്യാർത്ഥിയാണ്. അല്ലേലിയ അഹങ്കരിച്ചു പോകരുത്, നിഗളിച്ചു പോകരുത്. അല്ലേലിയ സ്തോത്രം. നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്ന താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്ന യാക്കോബിന്റെ ലേഖനങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയുന്നത്. അത് നിഗളം പാടില്ല. ഫ്രൈസ്ലോ സങ്കീർത്തനക്കാരൻ പരിതാപകരമായ അനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കാണ്, പ്രാർത്ഥനയാണ്. എന്റെ പ്രാണൻ പൊടിയോട് വെട്ടിയിരിക്കുന്നു, തിരുവചന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. എത്രയോ കാലങ്ങൾക്ക് മുമ്പ്, നമ്മളൊക്കെ ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് സങ്കീർത്തനം എഴുതിയത്. അന്ന് ജീവിച്ചിരുന്ന ഭക്തൻ ഈ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊക്കെ എത്ര വിശ്വാസം വർദ്ധിക്കാം. പ്രൈസലോ. അത് നിന്റെ വിശ്വാസത്തെ ശത്രു ചോദ്യം ചെയ്യരുത്. നിന്റെ വിശ്വാസത്തെ പിശാച് ചൂഷണം ചെയ്യരുത്. പ്രൈസലോ. നിന്റെ വിശ്വാസം നിന്റെ ഉള്ളിൽ നീ അരക്കിട്ടുറപ്പിക്കണം. അല്ലേരിയ നിന്റെ വിശുദ്ധിക്ക് കോട്ടം തട്ടരുത്. നിന്റെ മേലുള്ള വാഗ്ദത്തങ്ങളെ നീ തള്ളിക്കളയരുത്. വചനത്തെ നീ അനുസരിക്കണം. വചനത്തെ നീ പ്രമാണത്തെ നീ അനുസരിക്കണം. അവന്റെ ചട്ടങ്ങൾ വഴി നീ നിരസിച്ചു കളയരുത്. ദൈവ വഴിയിലൂടെ മാത്രം നീ യാത്ര ചെയ്യണം. രക്തം ചെയ്യണം. ദൈവത്തിലൂടെ യാത്ര ചെയ്യുവാൻ നിന്റെ മക്കളെ നീ പഠിപ്പിക്കണം. പ്രൈസലോ. അങ്ങനെ നിന്റെ ജീവിതം തളരാതെ നിർത്താൻ ദൈവത്തിന് കഴിയും. രക്തം ചെയ്യും. തകർന്നിരിക്കുന്ന മനസ്സുകളുടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്ന ദൂതുകളാണ് നിന്നെ മാനിക്കുക ദൈവം ആഗ്രഹിക്കുക. അല്ലേലൂയ.
ആമീൻ. അനേകർ നിന്റെ തകർച്ച കണ്ട് സന്തോഷിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിന്നെ ആ ദേശത്ത് ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന മാതാവിൽ ജോലി നഷ്ടപ്പെട്ട അനുഭവമാണ് നിനക്ക്. ആമീൻ. വിദേശത്ത് പോയിട്ട് അവൻ നാട്ടിൽ കിടന്നുകൊണ്ടിരിക്കുക, അത് ഭാരപ്പെടും. വളരാടിന്റെ വേദന അനുഭവിക്കുകയാണോ? ഒരു വിസയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? ഒരു ടിക്കറ്റ് വേണ്ടി നീ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ? നിന്റെ പാസ്പോർട്ട് പുതുക്കി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണോ? ക്രിമിനൽ കേസ് അകപ്പെട്ട് നീ വലയുന്ന വ്യക്തിയാണോ? ജീവിതം നിരാശ നിലയിലാണോ? വിശ്വാസത്തിന്റെ പേരിൽ നിന്നെ വീട്ടിൽ നിന്ന് ആട്ടി പായിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ നന്മകളെല്ലാം അവർ തട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ, അതൊന്നും ഓർത്തിന് മനസ്സ് ഭാരപ്പെട്ടു പോകരുത്. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് നടുവിൽ നിന്നെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. നമ്മുടെ ദൈവം വലിയവനാ. നമ്മുടെ ദൈവം വലിയവനാണെന്ന്. നമ്മുടെ യേശു വലിയവനാണ്. നമ്മളതിന് വിശ്വസിക്കണം. ഞാൻ ഏത് പ്രതികൂലം വരുമ്പോൾ, ഏത് പ്രതിസന്ധി വരുമ്പോഴും മനസ്സ് പതറിപ്പോകാറുണ്ട്, ക്ഷീണിച്ചു പോകാറുണ്ട്, തളരാറുണ്ട്. അപ്പോൾ മനസ്സിനകത്ത് ഒരുപാട് ചിന്തകൾ കടന്നു വരും, ഒരുപാട് ഭാരങ്ങൾ കടന്നു വരും. തളർത്തി കളയുന്ന വിധത്തിൽ പിശാച് പലപ്പോഴും എൻ്റെ ജീവിതത്തിലെ വെല്ലുവിളിയായി കടന്നു വരാറുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിച്ചതിന്റെ ദൈവം വലിയവനാ. എന്റെ ദൈവം വലിയവനായതുകൊണ്ട് അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എന്നെ ജീവിപ്പിക്കുന്ന, ഭൂമിയുടെ ആഴങ്ങളിൽ തന്നെ കരകയറ്റുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. സംഗീതക്കാരനോട് ചേർന്ന് പ്രാർത്ഥിപ്പാൻ പലപ്പോഴും ഞാനും തയ്യാറാക്കുക. രക്തത്തെ അത് തളരരുത് കേട്ടോ, തളരരുത്. നിന്റെ സങ്കടങ്ങളെ അറിയുന്നത് ദൈവമാണ്. ഭാര്യയുടെ സ്നേഹം നഷ്ടപ്പെട്ട സഹോദര, അല്ലെങ്കിൽ ഭർത്താവിന്റെ സ്നേഹം നഷ്ടപ്പെട്ട സഹോദരി, നിന്നെ ജീവിതത്തിൽ ഭാര്യയായി നിർത്തിക്കൊണ്ട് ഭർത്താവിന്റെ അവിഹിതമായ ബന്ധം, രഹസ്യ ബന്ധം, അത് ഭാര്യ ഭർത്താക്കന്മാർ, അങ്ങനെയുള്ള ചില ബന്ധങ്ങൾ കടന്നു പോകുന്ന ചില വ്യക്തികൾ കഴിഞ്ഞ ദിവസം എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. അതല്ല, ഈ മൊബൈലാണ് പ്രശ്നം. ഭാര്യയ്ക്കും ഭർത്താവിന് സംശയമാണ്. ഞാൻ അറിയാതെ എൻ്റെ ചേട്ടന് വേറൊരു ബന്ധം, ഞാൻ അറിയാതെ എൻ്റെ ഭാര്യയ്ക്കൊരു ബന്ധം. എങ്ങനെയാണ് പ്രശ്നം മുന്നോട്ട് പോകുന്നത്? പുറത്തിറങ്ങിയ നാണം കേടാണ്. ഞാനൊരു പരിഹാരം പറഞ്ഞു കൊടുത്തു. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ മൊബൈല് പരസ്പരം ഉപയോഗിക്കുവാൻ, നിങ്ങളുടെ വീട്ടിൽ വരുന്ന കോളുകൾ പരസ്പരം കാണുവാനും കേൾക്കുവാനും, നിങ്ങളുടെ രഹസ്യ ജീവിതം മാറ്റിവെച്ച് നിങ്ങൾ കുടുംബജീവിതം പരസ്യമായി നിങ്ങൾ രണ്ടുപേരും അറിഞ്ഞ് ജീവിക്കുക. അതിന് നടുവിൽ ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. അതേപോലെ പലരുടെയും രഹസ്യ ജീവിതം പല കുടുംബം തകരുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ, അങ്ങനെ കടന്നു പോകുന്ന ചില കുടുംബങ്ങളുണ്ട്. രക്തം ചെയ്യാം ഈശോ. അപ്പം ദൈവത്തിന് അസാധ്യമായി ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. ഒരിക്കലും ദൈവവുമായി യാതൊരു ബന്ധവുമില്ല. ദൈവത്തെ അറിയത്തില്ല, യേശുവാനെന്ന് അറിയത്തില്ല. ഒരു പെൺകുട്ടി +2 പഠിക്കുക, ഹല്ലേലൂയ, SLC പഠിക്കുക. SLCക്ക് +2 അവർക്ക് SLC എല്ലാ A+ ജയിക്കണമെന്ന് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ആ കുട്ടി എന്നെ സമീപിച്ചു. ഞാൻ ആ കുട്ടിയുടെ വീട്ടിൽ പോയി. ആ കുട്ടി കുറച്ച് ദൈവവചനം പറഞ്ഞു കൊടുത്തു. ആ വചനം പറഞ്ഞു കൊടുത്ത് ആ കുട്ടിയെ കൂടെ തന്നെ വായിപ്പിച്ചു. ഞാൻ വേദപുസ്തകം കാണിച്ചു കൊടുത്തു. കാരണം അത് എടുക്കാൻ അറിയത്തില്ല. അത് ആ ഭാഗമൊക്കെ വായിച്ച എൻ്റെ അമ്മയുടെയും അനുജൻ്റെയും അതിൻ്റെ വലിയ മൊത്തൊരു മാവിയുടെയൊക്കെ മുമ്പിൽ നിന്ന് വായിച്ചു. ആ വചനം വായിച്ചപ്പോൾ അവർ തന്നെയല്ലേ വായിക്കുന്നത്, ഞാൻ പറഞ്ഞു കൊടുത്തുള്ളൂ. അപ്പോൾ അതങ്ങനെ തന്നെയെന്ന് മനസ്സിലായി. ആ കുട്ടി ദൈവത്തിൽ വിശ്വസിച്ചു. ആ കുട്ടി നല്ല ശതമാനം മാർക്ക് ജയിച്ചു. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഞങ്ങളെ എനിക്ക് നല്ല അഡ്മിഷൻ കിട്ടി. എത്ര പേര് എനിക്ക് അഡ്മിഷൻ കിട്ടി, +1 അഡ്മിഷൻ കിട്ടി. ഞാൻ ചർച്ചിലേക്കൊന്ന് വരട്ടെ. അതെ, ചർച്ചിലേക്ക് വരാൻ നമ്മൾ വിലക്ക് തെട്ടും. ഞാൻ പറഞ്ഞു, നിങ്ങൾ കുടുംബമായിട്ട് വാ, ഞാൻ പ്രാർത്ഥിച്ച് അയക്കാം. അതെ, വിശ്വാസത്തിൽ നീ മുന്നോട്ട് വരണം. ഒരിക്കൽ പോലും ദൈവത്തെ അറിയാത്ത പെൺകുട്ടി അല്ല SSLCക്ക് A+ വാങ്ങണമെന്നുള്ള ആഗ്രഹത്തോടെ ദൈവത്തോടെടുത്തപ്പോൾ അതിന് ദൈവം ഉന്നത വിജയം കൊടുത്തു. അവരുടെ വിശ്വാസം വർദ്ധിച്ചു. അതെ, നിന്റെ വിശ്വാസം അങ്ങനെയൊക്കെ വർദ്ധിക്കണം. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നത്, കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കണം. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവത്തിന്റെ വചനത്തിന് ഒരിക്കലും മാറ്റമില്ല. ആകാശവും ഭൂമിയും മാറിപ്പോയാലും എന്റെ വചനങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ലെന്ന് വചനം പറയുക. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിന്റെ മേൽ പിന്തുടരുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾ ആശ്രയിക്കുന്ന കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ ആത്മാവും ജീവനുമാണ്. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിക്കുമ്പോൾ അവന്റെ വാഗ്ദത്തങ്ങളെല്ലാം ആത്മാവും ജീവനുമായി വെളിപ്പെടാൻ തുടങ്ങും. രക്തം ചെയ്യാം.
ഹല്ലേലൂയ. അതെ, നിങ്ങളെ ആ വചനം ജീവിപ്പിക്കും. നിങ്ങളെ വചനം ജീവിക്കും. സത്യവേദ പുസ്തകത്തിനകത്ത് നൽകിയിരിക്കുന്ന പ്രമാണങ്ങൾ നിന്നെ ജീവിപ്പിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ തകർച്ചയെ മാറ്റാൻ പോവുകയാണ്. നാളുകളായി നീ വീടിന്റെ പണി ആരംഭിച്ചിട്ട് ആ പണി തീർക്കാൻ കഴിയാതെ പണി തീരാത്ത വീടായി. പല വഴികൾ നീ കൂട്ടി അതൊന്നും തീർത്തനത്ത് കയറി താമസിക്കാൻ കഴിയാതെ കിടക്കുന്ന ശ്രോതാവേ, ഹല്ലേലൂയ. സ്തോത്രം. നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള ചില വ്യക്തികളുടെ ദൈവാത്മാവ് പറയുന്നത് നിന്റെ ഭവനത്തിന്റെ പണി പൂർത്തീകരിക്കാൻ പോവുകയാണ്. നിനക്ക് വേണ്ടി ചില വഴികളെ ദൈവം തുറക്കാൻ പോവുകയാണ്. അത് ദൈവത്തിന്റെ വാഗ്ദത്തം നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അത് നിന്നെ ജീവിപ്പിക്കുക തന്നെ ചെയ്യും, രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. വചനം നിന്നെ ജീവിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ച പല വിഷയങ്ങൾക്കും ദൈവം എന്റെ മറുപടി കൊടുക്കുന്ന കണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം എത്ര നല്ലവനാണെന്ന്. സ്തോത്രം. നമ്മ ഈ ഭൂമി ദൈവം ഒരു ഇട്ടം നിലക്കാനായിട്ട് നിർത്തിയിരിക്കുക. നമ്മുടെ ഇതിലേക്ക് കടന്നു വരുന്ന കഷ്ടത്തിലും സങ്കടത്തിലും ദുഃഖത്തിലും കണ്ണുനീരിലൂടെ കടന്നു വരുന്ന മരണത്തോട് അടുത്ത് ജീവിക്കുന്ന, പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്ന, എല്ലാവരും തള്ളപ്പെട്ട ചില വ്യക്തികളെ ദൈവം നിന്റെ അടുക്കൽ അയക്കുമ്പോൾ, ഹല്ലേലൂയ, അവർക്ക് വേണ്ടി കണ്ണുനീരിലൂടെ മധ്യസ്ഥണയ്ക്കുവാൻ നിനക്ക് കഴിയുന്നെങ്കിൽ നിന്റെ അരികിൽ വരുന്ന വ്യക്തിക്ക് ആ വചനം ജീവൻ കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. അവർ സന്തോഷത്തോടെ മടങ്ങിപ്പോകും. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട്. നിങ്ങളൊക്കെ അങ്ങനെ അനുഭവത്തിൽ നിങ്ങളൊക്കെ മുമ്പിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെക്കാട്ടി ശ്രേഷ്ഠനാണ് നിങ്ങളൊക്കെ. നിങ്ങളോട് ദൈവം കൂടുതൽ അടുക്കും, കൂടുതൽ നിങ്ങളെ സ്നേഹിക്കും. ഞാൻ ചിന്തിക്കും എന്നേക്കാൾ കൂടുതൽ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പൊ ഞാൻ പറയും നിങ്ങളെക്കാൾ കൂടുതൽ എന്നെ ദൈവം സ്നേഹിക്കും. ഇത് നമ്മുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നുള്ളത്. അവിടെ എന്നെ കേൾക്കുന്ന തീർച്ചയായും നിന്റെ വാഗ്ദത്തം നിറവേറാൻ പോവുകയാണ്. ഇതാ ഞാൻ നിന്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു. നിന്റെ നീതിയാൽ എന്നെ ജീവിപ്പിക്കണമേ. നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എന്റെ കഷ്ടതയിലേക്ക് ആശ്വാസമാകുന്നു. ഞാൻ ഒരു നാൾ നിന്റെ പ്രമാണങ്ങളെ മറക്കയില്ലല്ലോ. നീ എന്നെ ജീവിപ്പിക്കുന്നത് 119 സങ്കീർത്തനം. ഹല്ലേലൂയ. അതിന്റെ 40 വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടൊക്കെ ദൈവത്തിന്റെ വചനത്തിനകത്ത് ജീവന്റെ കാര്യങ്ങളാണ് പറയുന്നത്. സ്തോത്രം. 119 സങ്കീർത്തനം. ഹല്ലേലൂയ. സ്തോത്രം. അതിന്റെ 40 വാക്യം പറയുന്നത് എന്താണ്? ഹല്ലേലൂയ. സ്തോത്രം. ഇങ്ങനെയാണ് പറയുന്നത്, ഇതാ ഞാൻ നിന്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു. ഇന്ന് നിന്റെ നീതിയാൽ എന്നെ ജീവിപ്പിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലേക്ക് എന്റെ 50 വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. 119 വരുമ്പോൾ കാണുന്നുണ്ട്, നിന്റെ വാചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എന്റെ കഷ്ടതയിലേക്ക് ആശ്വാസമാകുന്നു. കണ്ടോ? ദൈവത്തിന്റെ വചനം എന്നെ കഷ്ടതയിൽ ആശ്വാസമാകുന്ന സംഗീതക്കാരൻ പറയും. എന്ത് പറഞ്ഞാൽ എന്നെ കേൾക്കുന്നുണ്ട്, ഭക്തന്റെ പ്രത്യാശയുടെ ദീപം മങ്ങിപ്പോകാതിരിക്കുവാൻ ജീവിപ്പിക്കുന്ന ദൈവവചനമാണെന്ന്. ഭക്തന്റെ പ്രത്യാശയുടെ അല്ലെങ്കിൽ ദീപം കെട്ടുപോകാതിരിക്കുന്നത് ജീവിപ്പിക്കുന്ന വചനം മുഖാന്തരമാണ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം പ്രത്യാശയില്ലാത്ത ലോകത്തിൽ കർത്താവ് നമ്മെ പ്രത്യാശയുള്ളവരാക്കിയിരിക്കുന്നു. ലോകത്തിലുള്ള മനുഷ്യൻ ധനത്തിലും ധനത്തിലും മദ്യപാനത്തിലും ഇവിടുത്തെ സ്വർണത്തിലും അതുപോലെ പാരമ്പര്യത്തിലൊക്കെ ആശ്രയിക്കുമ്പോൾ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ദൈവവചനത്തിൽ ആശ്രയിക്കുന്നു. ലോകമനുഷ്യൻ എന്താണ്? ഇവിടുത്തെ ധനം, ഇവിടുത്തെ പണം, മദ്യപാനം, ഇവിടുത്തെ ആഡംബരം, ഇവിടുത്തെ സുഖലോലുപ ജീവിതം, അതിലാണ് ലോകമനുഷ്യൻ. പക്ഷെ അവന്റെ അല്പകാലം മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കഷ്ടതയിൽ ദൈവത്തിന്റെ വചനം അവന് ജീവനാണ്, ദൈവമാണ്. ഹല്ലേലൂയ. അതേ വചനം നിന്റെ ഉള്ളിൽ ദൈവമായി തെളിയട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. എന്നെ കേൾക്കുന്ന ഒരു ദൈവവചനത്തിലാണ് ആശ്വാസം കണ്ടെത്തുന്നതെന്ന് ഈ 119 വാക്യം വായിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ നിങ്ങൾ തളർന്നു പോകരുത്. ഹല്ലേലൂയ. സ്തോത്രം. വീണ്ടും 119 93 വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. 93 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഒരു നാളെ നിന്റെ പ്രമാണങ്ങളെ മറക്കയില്ല. അവയെ കണ്ടല്ലോ നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ജീവനാ. ഞാൻ നിന്റെ പ്രമാണങ്ങൾ ഒരു നാളും മറക്കയില്ല. അവയെ കൊണ്ടല്ലോ നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത്. അതെ, നീ ഇന്ന് പകൽ വചനത്തിലേക്ക് വരുന്നെങ്കിൽ, സത്യവേദപുസ്തകത്തിൽ വരുന്നെങ്കിൽ, വിശുദ്ധ വചനത്തിന് വേണ്ടി നിന്റെ ഹൃദയം വിട്ടുകൊടുക്കുന്നെങ്കിൽ, നിന്റെ തളർച്ചയെ മാറ്റി, നിന്റെ ശൂന്യതയെ ദൈവം മാറ്റും. ഒന്നുമില്ലായ്മ ഈ ഭൂമിയെ ദൈവം പുതുക്കിയെടുത്തെങ്കിൽ
ഹല്ലേലൂയ. പാഴും ശൂന്യമായി കിടന്ന ഭൂരഹിതമായി കിടന്ന ഭൂമിയിൽ ദൈവം വെളിച്ചം വീശി വൃക്ഷലതാദികളെ കൊണ്ട്, സസ്യങ്ങളെ കൊണ്ട്, ആമീൻ, പക്ഷിപ്രജാതികളെ കൊണ്ട് ഹല്ലേലൂയ നിറച്ചൊരു ദൈവം. അതിനുമേലെല്ലാം വാഴുവാൻ ദൈവം മനുഷ്യനെ ഭൂമി സൃഷ്ടിച്ചു. അതെ, നിന്റെ സകല കഷ്ടത്തിൽ നിന്നെ മാറ്റി നിന്റെ എല്ലാ പാഴും ശൂന്യമായ അനുഭവത്തിൽ ദൈവം നിന്നെ ജീവിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഒരു പക്ഷേ നിന്റെ കയ്യിൽ ഒരു രൂപ എടുക്കാൻ കാണത്തില്ല. എന്റെ ഭവനം പട്ടിണിയായിരിക്കും, ദാരിദ്ര്യമായിരിക്കാം. ഹല്ലേലൂയ. അതിനകത്തൊരു ജീവൻ തരാൻ ആഗ്രഹിക്കുക. നമുക്ക് ഇവിടെ പ്രാർത്ഥിക്കാൻ പോവുക. ഹല്ലേലൂയ. അത് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നമ്മൾ വായിച്ച വചനം എന്താണ്? സ്തോത്രം. ഹല്ലേലൂയ. വായിച്ച വചനത്തിലേക്ക് വരാം. ഹല്ലേലൂയ. സ്തോത്രം. എന്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു, തിരുവചന പ്രകാരം എന്നെ ജീവിപ്പിക്കാൻ. അത് ഞാൻ ആദ്യം എന്റെ സാക്ഷ്യം പറഞ്ഞു. കഴിഞ്ഞ ദിവസം പ്രഭാതത്തിൽ ഇതേ സമയത്ത് ഞങ്ങളുടെ ഭവനം, ഞങ്ങളുടെ ദേശം മുഴുവൻ കണ്ടതിന് അനുഭവം. 11 kV പൊട്ടിക്കിടക്കുന്നു. മനുഷ്യൻ റോഡിലിറങ്ങാൻ പേടി. എങ്കിലും ഞാൻ റോഡിലിറങ്ങി മറ്റപകടം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവർക്ക് അല്ലുയ്യ നമുക്കുണ്ട് ഞാൻ റോഡിലിറങ്ങി നോക്കി. പലരോടും പറഞ്ഞു. അപ്പോഴത്തേക്കും ലൈൻമാനൊക്കെ വന്നു. അവരെ വിളിച്ച് ഞാൻ അല്ലുയ്യ എന്നെ കേൾക്കുന്ന സ്നേഹിത, നമുക്ക് വചനത്തിലേക്ക് വരാം. നമ്മെ ജീവിപ്പിക്കുന്ന ഒരു വചനമുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദരി, സകല പ്രശ്നമൊക്കെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. യേശുവിന്റെ വിഷയങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിലെ 3.3 കോടി ജനങ്ങൾ, രാജ്യത്ത് 145 കോടിയിലധികം ജനത്തിനായി, ലോകരാജ്യം 800 കോടി ജനത്തിനായി കഷ്ടതകളും പ്രയാസങ്ങളും അനർത്ഥം ദുഃഖത്തിലൂടെ കടന്നുപോകുന്ന കടക്കണിയിലൂടെ ജീവിതത്തിൽ നിരാശകൾ, ദുഃഖങ്ങൾ, ഭവനമില്ലാതെ, സ്ഥലമില്ലാതെ, തലമുറയില്ലാതെ, വിവാഹം നടക്കാതെ കടക്കണിയിലൂടെ, സാമ്പത്തിക ഞെരുക്കത്തിലൂടെ, കൃഷിനാശത്തിലൂടെ, വ്യാപാര നഷ്ടത്തിലൂടെ, കർത്താവേ സ്തോത്രം, വിവിധ രോഗത്തിലൂടെ കടന്നു പോകുന്ന അനവധി ആളുകൾ കുടുംബജീവിതം തകർന്ന് ചിന്ന ഭിന്നമായി സമാധാനമില്ല, സന്തോഷമില്ലാതെ കർത്താവ് മരണത്തിലൊക്കോളം എത്തി നിൽക്കുന്ന സംഗീതക്കാരെ പോലെ പ്രാണൻ പൊടികൂടി പറ്റി നിൽക്കുന്ന അനേക ജീവിതങ്ങളെ കർത്താവിന്റെ വചനത്താൽ ജീവിപ്പിക്കണമേ. പ്രത്യാശയില്ലാത്ത ജന പ്രത്യാശിക്കണം. മദ്യത്തിനും മയക്കുമരുന്നിനും മനസ്സിലകരിക്കും അടിപ്പെട്ട് കിടക്കുന്ന അനവധി ആളുകൾ കർത്താവിന്റെ തലമുറകളൊക്കെ ഓർക്കുന്നു. എല്ലാവർക്കും മനസ്സാന്തര സ്കൂൾ, കോളേജ്, ക്യാമ്പസ്, കലാലയങ്ങളില് എല്ലാ മേഖലയിൽ കർത്താവ് ലഹരിക്ക് അടിമകളായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് തലമുറയ്ക്ക് വിട്ടു കൊടുക്കുക. ശൈശവത്തിനും ബാല്യം, കൗമാരി, യൗവനത്തിനും വാർദ്ധക്യം, ഞാനും വൃദ്ധരാശന തടവറയിലായിരിക്കുന്ന അനവധി ആൾ കണ്ണീരിന്റെ കരുപ്പ് കടന്നു പോകുന്നു. കർത്താവ് ഭവനത്തിനുവേണ്ടി നാളുകളായി ആഗ്രഹിക്കുന്നു, വർഷങ്ങളായി മാറി മാറി താമസിക്കുന്നു. അമ്മ കർത്താവ് മക്കളുടെ ഭാവി ഓർത്ത്, മക്കളുടെ നന്മ ഓർത്ത്, കുടുംബജീവിതത്തിൽ ചിന്ന ഭിന്നമായ അനുഭവങ്ങൾ, ഡിവോഴ്സിന്റെ ഒക്കെ എത്തിക്കുന്ന തലമുറയില്ലാതെ നിന്ദിക്കപ്പെടുന്ന അനവധി ആളുകൾ കർത്താവ് കടക്കണിയാൽ ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്നവർ, കർത്താവ് ഭവനത്തിന് വഴി പൂർത്തീകരിക്കാൻ കഴിയാതെ ലോഡുകളാൽ ഭാരപ്പെടും ജപ്തി നടപടി നേരിടുന്നവരെ കർത്താവ് സന്ദർശിക്കണമേ. അവരുടെ ആശ്വാസം കൊണ്ട് വചനം ജീവനായി മാറട്ടെ. അവരുടെ കഷ്ടങ്ങൾക്ക് ഒരു മാറ്റം കൊടുക്കണമേ. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും നിങ്ങൾ പ്രധാനമായി കടന്നുപോയ ജനത്തെ ജീവിപ്പിക്കുന്ന ഒരു വചനമുണ്ടല്ലോ. ഇന്ന് കർത്താവ് സകല പ്രതിസന്ധി നിലയിലായിരിക്കുന്ന കുടുംബങ്ങൾക്ക് രാജ്യവാസം കൊടുക്കണമേ. ഞങ്ങളുടെ കർത്താവ് രാഷ്ട്രതലന്മാർ, രാജകന്മാർ, രാജ്യന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാളം, മേധാവി, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി ട്രൈബൽ മേഖലയിലായിരിക്കുന്ന എല്ലാ ദ്വീപവാസികളെ ഞങ്ങൾ ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവ് ജനത്തെ അനുഗ്രഹിക്കണം, പിടിപ്പിക്കണമേ. അല്ലെങ്കിൽ അതിർത്തികൾ കാക്കുന്ന സൈന്യത്തിനായി, അതിർത്തികൾ താമസിച്ച ജനത്തിനായി ക്രമസമാധാന പോലീസിന്റെ എല്ലാ സെക്ഷനുകളെയും, കർത്താവ് ഞങ്ങളുടെ ജുഡീഷ്യൽ എല്ലാ ഭാഗങ്ങളെയും, കർത്താവ് ചെറുതും പറ്റുന്ന എല്ലാ വ്യാപാര വ്യവസായികളും, വഴിയൂര കച്ചവടക്കാരെ, ഷീറ്റമേലും കർഷമേലേക്ക്, കർത്താവ് പാടത്തും പറമ്പിൽ കോടിയിൽ കല്ലോടും മണ്ണോടും പണിയെടുക്കുന്ന സകല മേഖല, കടലോര മാസികളെ, മത്സ്യബന്ധനക്കടലിൽ കടന്നുപോയിരിക്കുന്നവരെ, കരയിലും കടലും ആകാശമാർക്കും വാഹനം ഓടിക്കും, വാഹനം സെയിൽസ് ചെയ്യുന്നവരെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കഷ്ടങ്ങൾ, അനവധി പ്രയാസം, പ്രതിസന്ധികളിലൂടെ ഞങ്ങൾ രാജ്യരാഷ്ട്രങ്ങൾ കടന്നു പോകുമ്പോൾ നടുവില് ജനത്തെ പ്രത്യാശ കൊടുക്കണമേ. കർത്താവിന്റെ ദൈവദാസദാസന്മാർക്ക് അനേകവധി ദൈവദാസന്മാർ ദൈവമക്കൾ ഉപദ്രവിക്കാൻ, പീഡിപ്പിക്കും, ജയിലടയ്ക്കപ്പെടുന്നു. നടുവിൽ കർത്താവിന്റെ ദൈവമക്കൾക്ക് വിടുതൽ കൊടുക്കണമേ. ദൈവസഭയെ ദൈവമക്കളെ ഉപദ്രവിക്കാൻ അനേക സംസ്ഥാനങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിനകത്ത് കർത്താവ് അനേക ഉപഹാമിക്കർത്ത് ഭരണാധിപന്മാർ സംസ്ഥാനം ഭരിക്കുന്ന ദൈവമക്കളെ, ദൈവദാസന്മാരെ തകർക്കുവാൻ ആജ്ഞ കൊടുത്ത് കർത്താവ് നിൽക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഒരു മാനസാന്തരം സന്ദർശിക്കണമേ. കർത്താവ് ഇതുപോലെ സംഗീതക്കാരോട് ചെയ്യുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വചനം ജീവിപ്പിക്കുന്ന വചനമാണ്. അനേകരുടെ ജീവിതത്തിൽ വചനം ജീവൻ കൊടുക്കണമായി പ്രാർത്ഥിക്കുന്നു. സകല മുഖത്ത് കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.